കാളെ പെറ്റൂന്ന് കേട്ട കയറെടുക്കുകയല്ല വേണ്ടത്. അതിന്റെ നിജസ്ഥിതി അന്വേഷിച്ചതിന് ശേഷം മാത്രം നടപടിയെടുക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെ ഉത്തരം മുട്ടി നിൽക്കേണ്ടി വരും മേലുദ്യോഗസ്ഥർക്ക് മുന്നിൽ. അയാളെ തുറന്നുവിട്. കേസിന് വല്ലാത്ത ബലമാണ്. അവനെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കാതെ ആൾക്കാർ സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് പോകില്ല മാഡം. എനിക്ക് അകത്തേക്ക് കയറാലോ? തീർച്ചയായും. അവന്റെ രക്ഷയ്ക്ക് വേണ്ടി മാഡത്തിന്റെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടാകരുതെന്നേ ഞാൻ പറഞ്ഞോളൂ. അവനെതിരെ ജനങ്ങൾ അത്രയ്ക്ക് വയലന്റാ. റസാഖുണ്ടോ അകത്ത്? ഉണ്ട് മാഡം. എനിക്ക് റസാഖിനെ കാണേണ്ടത്. വരൂ മാഡം. മാറ്റി നിർത്തണ പോലെ. ഓക്കെ, വേണ്ടത് ചെയ്തോളാം. ശരി. മാഡം, അയാളെ തുറന്നുവിട്. അയാളെ എന്തിനാ ഇങ്ങനെ സെല്ലിനകത്ത് ഇട്ടിരിക്കുന്നേ? മാഡം, ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് മോഹന വാഗ്ദാനം നൽകി വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. വൈറലായ വീഡിയോ കണ്ട് ജനങ്ങൾ വരെ വയലന്റ് ആയിരിക്കുക. പുറത്ത് നിൽക്കുന്നവരെല്ലാം ഇവനെ ഒന്ന് കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മാഡം. മാഡം, ദാ നോക്കിയേ. ഇത്തരം ഒരു വീഡിയോ മാത്രം മതിയല്ലോ ഒരാളെ കുറ്റവാളിയാക്കാൻ. റസാഖെ, ഇതൊരു ഫേക്ക് വീഡിയോ ആണ്. ഒരു പെണ്ണിന്റെ ബുദ്ധിയിൽ ഉദിച്ച് ഒരാളെ നിഷ്കരണം ജയിലിൽ അടയ്ക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു വീഡിയോ. മാഡം, ഞാൻ ഇതിനു മുമ്പ് വിളിച്ചപ്പോ മാഡം ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഞാനും ഈ വീഡിയോ കണ്ട ആദ്യം ഒന്ന് തെറ്റിദ്ധരിച്ചു റസാഖ്. പാണിയോ? പക്ഷെ പിന്നീടാണ് യഥാർത്ഥ സത്യം മനസ്സിലായത്. ശിവൻ നിരപരാധിയാണെന്ന് മനസ്സിലാക്കുന്നതും അങ്ങനെയാ. ശരിക്കും നമ്മൾ കാണുന്നതും നമ്മളെ വിശ്വസിപ്പിക്കുന്നതും ഒന്നും അല്ല സത്യം. യഥാർത്ഥ സത്യം മറ്റൊന്നാണ്. ഇതൊന്ന് കണ്ടു നോക്കൂ. തരും. ഇത് റാണി. റീൽസ് ചെയ്യുന്നത് ഹോബിയാക്കി കൊണ്ടു നടക്കുന്നതാ പണി. എന്തായാലും ആ പണി കൊണ്ട് ഒരു പെണ്ണിന്റെ ക്രൂരമായ ചതിയാ വെളിച്ചത്ത് വന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവുമ്പോ ഏത് നിരപരാധിയും അപരാധിയാവും. ഇവിടുത്തെ സോഷ്യൽ മീഡിയ അവരെ അപരാധിയാക്കുകയും ചെയ്യും. അവന്റെ കുടുംബം, അവന്റെ സുഹൃത്തുക്കൾ, അമ്മ, അച്ഛൻ, ഇതൊന്നും അവര് നോക്കുന്നില്ല. അവരുടെ ഭാഗം ജയിക്കണം. ഈ ഒരു ചിന്താഗതിയായിട്ട് നടക്കുന്ന ഇവളുമാരെയല്ലേ റസാഖ് ഇതിനകത്ത് പിടിച്ചിടേണ്ടത്. ഇത്രയും നേരം അയാൾ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടിന് നമ്മൾ എന്ത് ന്യായീകരണോ പറയാൻ പോകുന്നത്? കാളെ പെറ്റൂന്ന് കേട്ട കയറെടുക്കുകയല്ല വേണ്ടത്. അതിന്റെ നിജസ്ഥിതി അന്വേഷിച്ചതിന് ശേഷം മാത്രം നടപടിയെടുക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെ ഉത്തരം മുട്ടി നിൽക്കേണ്ടി വരും മേലുദ്യോഗസ്ഥർക്ക് മുന്നിൽ. അയാളെ തുറന്നുവിട്. തനിക്കായിരുന്നല്ലോ അയാൾ അറസ്റ്റ് ചെയ്യാനായിട്ട് കിടക്കപ്രതിയില്ലായിരുന്നത്. ചെന്ന് തുറന്നു വിടോ. ശരി സാർ.
എന്താ സോമശേഖര, മാങ്ങ ലക്ഷ്യം വെച്ചാ എറിഞ്ഞത്. പക്ഷേ ഉന്നൻ ചതിച്ചു അല്ലേ? പ്രായത്തിന്റെയാ? കാഴ്ചക്കുറവ്. നമുക്കത് ശരിയാക്കിയെടുക്കാന്നേ. ഓട്ടേടോ SI സോമശേഖര. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അങ്ങനെയല്ലേ റസാഖ്? അതെ മാഡം. മറ്റ് ഫോർമാലിറ്റീസ് ഒന്നുമില്ലെങ്കിൽ ഇയാളെ റിലീസ് ചെയ്യണം. യെസ് മാഡം. ഏട്ടാ, കുഴപ്പമൊന്നുമില്ലടി, നീ വിഷമിക്കാതെ. വാ. കളക്ടർ അവനെ രക്ഷിച്ചോണ്ട് പോകാൻ നോക്കും. നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത്. സത്യം എല്ലാവർക്കും അറിയാലോ. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവരുത്. കളക്ടർ ശാലിനി ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടിയ വാർത്തകളിലേക്ക്. ഇവൻ ഇവിടുന്ന് രക്ഷിച്ചോണ്ട് പോകാനാണ് നോക്കുന്നെങ്കിലേ ഞങ്ങളത് ഒരിക്കലും സമ്മതിക്കില്ല. ഞങ്ങൾ കൈ കിട്ടി നോക്കി നിൽക്കില്ല. ഇവനെ ഞങ്ങൾ ഇവിടെ ഇട്ട് തീർത്തോളാം. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ കരുതുന്നത് പോലെ അല്ല കാര്യങ്ങൾ. ശിവൻ ഇതിൽ നിരപരാധിയാണ്. സത്യാവസ്ഥ എന്താണെന്നറിയാതെ നിങ്ങളാണ് അയാളെ കുറ്റവാളിയാക്കിയത്. കണ്ട, ഇതാ ഞാൻ പറഞ്ഞത്. ശാലിനെ പറഞ്ഞോട്ടല്ലേ കാര്യം നടക്കത്തുള്ളൂ. അറിയട്ടെ, എല്ലാവരും അറിയട്ടെ, സത്യം എല്ലാവരും അറിയട്ടെ. ആ പെൺകുട്ടി ഉണ്ടാക്കിയത് ഒരു ഫേക്ക് ആയ വീഡിയോ ആണ്. സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത വീഡിയോ. ഇല്ല, ഞങ്ങൾ ഇത് വിശ്വസിക്കില്ല. അയാളെ രക്ഷിക്കാൻ വേണ്ടിട്ട് കളക്ടർ നുണ പറയുകയാണ്. ഞാൻ പറയുന്നത് തെളിവുകളുടെ ബലത്തിലാണ്. ആ തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുന്നിലും കാണിക്കാം. തരൂ.